ഹലോ. ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. ഹരിയുടെ ചിത്രം കടലാസിൽ മാത്രമേ ഉള്ളോ, അതോ ഇവിടെ കൂടി വരച്ചിട്ടുണ്ടോ? ഡോണ്ട് ഫീൽ ഷൈ, പറയൂ, ഞാൻ മധ്യസ്ഥം നിൽക്കാം. ഹരി ഞാൻ പറഞ്ഞാ കേൾക്കാതിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിച്ചു തരാം. എന്താ? എന്താ ഇത്? എന്നെ കല്യാണം കഴിക്കാൻ പോവാണോ? സുഭാഷിണി പറഞ്ഞിരിക്കുമല്ലേ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ. നിങ്ങൾ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയാൻ ആഗ്രഹമില്ല. പിന്നെ ഞാൻ എങ്ങനെയിരിക്കും, എന്റെ രൂപം എങ്ങനെയിരിക്കും എന്നെങ്കിലും അറിയണ്ടേ? പറയൂ സുഭാഷിണി, ഇപ്പോൾ എന്ത് ചെയ്യണം? ഹരിയെ പോലുള്ള ഒരു നല്ല മനുഷ്യനെ എന്റെ കളങ്കമായ ജീവിതത്തെ മറച്ചു വെച്ച് കല്യാണം കഴിക്കണമെന്നോ? ഇനി ഞാൻ പാപം ചെയ്യണമെന്നോ? എവിടെയോ കിടന്ന പാറക്കല്ലിനെ എടുത്ത് പവിത്രഗംഗയിൽ കഴുകി മാണിക്യമാക്കിയ നീ ജീവിതത്തെ ഇനിയും ശോഭനമാക്കുന്നതിന് പകരം ഇങ്ങനെ ആർക്കും പ്രയോജനമില്ലാതെ ഒന്നും പറയരുത്. ഹരിക്ക് ചേർന്ന എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു പെൺകുട്ടിയെ തീർച്ചയായും കിട്ടും. ഹരി ഹരി മേൽക്കുമേൽ ഉയരണം, പ്രസിദ്ധനാവണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അത് എന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? ഹരിയുടെ മാത്രമല്ല, രണ്ടുപേരുടെയും, നിങ്ങളുടെയും നിങ്ങളുടെ മനസ്സിന്റെയും. എങ്കിൽ എന്റെ മനസ്സ് നിങ്ങളുടെ കയ്യിലാണ്. അറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഹരി, നിങ്ങളുടെ ഓരോ റെക്കോർഡും എന്തിനാണ് എനിക്ക് അർപ്പണം ചെയ്യുന്നത്? എന്റെ മനസ്സ് അർപ്പണം ചെയ്തിരിക്കുന്നു അറിയിക്കുന്നു. അത് ആരാധനയോ, അനുരാഗമോ, പ്രേമമോ, അതോ കാമമോ? ഇതിനെല്ലാം മുകളിലുള്ള ആത്മീയ ബന്ധമാണ്. ആത്മീയ ബന്ധത്തിനർത്ഥം വിവാഹബന്ധമോ ശാരീരിക ബന്ധമോ? ഇല്ല, രണ്ട് മനസ്സുകളുടെ സംഗമം. എന്താ ഇപ്പൊ മനസ്സുകൾ ചേർന്നിട്ടില്ലേ? അതോ വിവാഹം കഴിഞ്ഞാലേ ചേരുമെന്നാണോ? അതിന് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഹരി എനിക്ക് നൽകിയ മനസ്സ് തിരിച്ചെടുക്കാൻ പോവാണോ? ഇല്ല. അതോ സ്വന്തം മനസ്സിനെ പീഡിപ്പിച്ച് ഹരി സ്വയം നശിക്കാൻ പോവാണോ?
ഒരിക്കലുമില്ല. ഒരു പക്ഷേ നമ്മുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ അത് പരാജയപ്പെടുകയാണെങ്കിൽ ഹരിയുടെ ജീവിതം തകരില്ലേ? പ്ലീസ്. എന്നെ ഹരിക്ക് കിട്ടില്ല എന്ന നിരാശയിൽ ഹരിയുടെ പേരും ജ്യോതി, പ്രചോദനവും നിങ്ങളുടെ ശരീരത്തെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പുരുഷനായി നിങ്ങളെ അനുഭവിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. എനിക്ക് വേണ്ടത് നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ ഇടം മാത്രമാണ്. ആഗ്രഹിച്ച എനിക്ക് അതിന് ലഭിക്കുന്ന സായുജ്യം, അത് മാത്രം. ഹരി, എനിക്കതറിയാം ഹരി, എനിക്കതറിയാം. ഹരിയുടെ സ്നേഹം എത്ര പവിത്രമാണ്. എന്റെ ഒരേ ഒരു ആഗ്രഹം. എന്താ? വേറൊന്നുമല്ല, എപ്പോഴും ചെയ്യുന്നത് പോലെ എന്റെ സംഗീതത്തെ നിങ്ങൾക്ക് അർപ്പണം ചെയ്യണമെന്ന്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം. ആ? ഇനി മുതൽ എന്റെ പേര് ജ്യോതിർമയി നരേഷ് എന്നാണ്. ജ്യോതിർമയി നരേഷ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? നരേഷ് ഒരു പേരുകേട്ട ഡോക്ടറാണ്. ആ, ഈ നാട്ടുകാരൻ തന്നെ. അങ്ങനെയോ? അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ കഴിയുമോ? നരേഷ് ഒരു മെഡിക്കൽ കോൺഫറൻസിനായിട്ട് ഡൽഹിക്ക് പോയിരിക്കുക. വിവാഹത്തിന്റെ അന്ന് വരും. അപ്പോൾ ഹരിയെ കാണുക മാത്രമല്ല, ഹരിയുടെ കണ്ണുകളെയും പരിശോധിക്കും. അദ്ദേഹം ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ എനിക്കും ഉണ്ടൊരു ചെറിയ ആഗ്രഹം. എന്താണത്? നിങ്ങൾ ഉറപ്പിച്ച മുഹൂർത്തത്തിന് മുൻപ് ഞങ്ങളുടെ കല്യാണം നടത്തണം. അതിനുശേഷം സംയുക്തയുടെ കല്യാണം ഹരിക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ നടത്തും. ഇവിടെ കൊണ്ടുവാടാ. തലയിൽ വെക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ചോണ്ടിരിക്കും. നിങ്ങൾ പോയി മറ്റു പണി ചെയ്യാൻ നോക്ക്. സ്വാമി, ഇത് മതിയല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയില്ലേ? കിട്ടി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. ഓക്കെ. നിങ്ങൾ താമസിച്ചോ? ഇല്ല, അകത്ത് പോയിരിക്കും. വരൂ ചേട്ടാ. എത്ര ഭംഗിയായിരിക്കുന്നു. ഈ പൂക്കൾ കൊണ്ട് എന്റെ ശരീരം മൂടണമെന്ന് തോന്നുന്നു. ഒരു വശത്ത് കൊട്ടും ബാധ്യവും, ഒരു ഭാഗത്ത് കല്യാണ ബഹളം, ഒരു വശത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ. ഇതെന്തൊരു കല്യാണമപ്പ! മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുന്ന ഇതുവരെ കല്യാണ ചെറുക്കന്റെ അഡ്രസ് ഇല്ല. വലിയ തിരക്കുള്ള ഡോക്ടറാണെന്ന് കേട്ടു. ഒരുപക്ഷെ കെട്ടുതാലി പോസ്റ്റ് ഉണ്ടായിട്ട് അത് കെട്ടിക്കോ എന്ന് പറയുവോ എന്തോ. വായ അടക്കടാ വായാടി. നിന്റെ നാക്ക് ഞാൻ പിഴുതെടുത്ത് പാഴ്സലാക്കി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ഇതാ കിടക്കണം. ഇതെന്താ സിനിമ കാണാൻ പോണത് പോലെയോ? 2 റീല് ലേറ്റായി പോയത് അടുത്തിരിക്കുന്നവന്റെ അടുത്ത് കഥ ചോദിക്കാം. ഇതിന് മുഹൂർത്തം ലഗ്നം. ചുമ്മാ തിരിയടാ. പാത്രക്കടയിൽ ആന കയറിയമാരി കിടന്ന് ഒച്ച വെക്കുന്നു. ഒരു വശത്ത് ബാൻഡ് മേളം, ഇവിടെ നിന്റെ മേളം. അടുക്കളയിൽ പോയി പാത്രം കഴിയാൻ നോക്കി.